ചക്കയും മാങ്ങയൊക്കെ ഇപ്രാവശ്യം വളരെ കുറവാണ്, പലയിടത്തും ഉണ്ടായിട്ട് തന്നെ ഇല്ല. എന്നാലും കർഷകരെ സംബന്ധിച്ചിടത്തോളം പറമ്പിലുണ്ടാവുന്ന ഒരു സാധനം കളയാൻ പറ്റില്ല എന്നുള്ള അവസ്ഥയിലാണ് കാര്യങ്ങൾ. സ്വാഗതം കൃഷിഭൂമിയിലേക്ക്. ചക്കയും മാങ്ങയും കുറവാണ് ഇക്കൊല്ലം എന്നൊക്കെ നമ്മൾ പറയുമ്പോഴും വയനാട്ടില് വെള്ളമുണ്ടയിൽ വന്നാല് ഈ ചേച്ചിമാര് ചക്കേമലാണ് ഒരു യുദ്ധം നടക്കുക അവിടെ. വയനാട്ടിൽ നിന്ന് 12 ജാക്ക് ഫ്രൂട്ട് 12, ആംല 12 തുടങ്ങി ബനാന 12 തുടങ്ങി 12 ബ്രാൻഡുകളിൽ നമ്മുടെ KL 12 എന്നുള്ള മട്ടിലാണ് വയനാട് 12 ഒരുപാട് ചക്ക ഉണ്ടാക്കുന്നുണ്ട് അല്ലേ? ഒരു വർഷം ചക്ക ചേർന്ന് വെച്ചാൽ ഇത് എന്താ നിങ്ങൾ ഉണ്ടാക്കാൻ പോണേ? ജാക്ക് 12 എന്ന് പറയുന്നത് വാക്വം ഫ്രൈഡ് ആണ്. നമ്മൾ KL 12 പോലെ ജാക്ക് ഫ്രൂട്ട് 12 അല്ലേ? ജാക്ക് 12 എന്നാണ് ഇതിന് പേരിട്ടത്. ജാക്ക് 12 എന്നാണ് ഇതിന് പേരിട്ടിരിക്കുന്നത്. എന്താ സാധാരണ ചിപ്സ് തന്നെയാണോ? സാധാരണ ചിപ്സ് അല്ല, ഇത് വാക്വം ഫ്രൈഡ് ആണ്. എണ്ണയുടെ കണ്ടന്റ് കുറവാണ്. എണ്ണ വേണം, പക്ഷെ അതിന്റെ കണ്ടന്റ് കുറവാണ്. ഇത് കുരു കളഞ്ഞ് നന്നാക്കിയതിന് ശേഷം അരിയുന്നതിന് മുമ്പായിട്ട് നമ്മൾ ഫ്രീസറിൽ വെക്കുന്നുണ്ട്. ഓവർനൈറ്റ് ആണ് ഏറ്റവും നല്ലത്. അത് കഴിഞ്ഞ് രാവിലെ കൊണ്ടുവന്ന് ഇത് അരിഞ്ഞെടുക്കും. ഇങ്ങനെ ഒരു മിനിമം വലിപ്പത്തിൽ അരിഞ്ഞെടുത്തതിന് ശേഷമാണ് ചിപ്സ് ഉണ്ടാക്കുന്നത്. ഒരു 10 കിലോ ചക്ക ഉണ്ടെങ്കിൽ എത്ര ചിപ്സ് കിട്ടും? ഒരു 2-2.5-3 കിലോ വരെ കിട്ടും. എന്താ വില? ഇതിന്റെ വില 2000 രൂപ ഒരു കിലോക്ക് അല്ലേ? പക്ഷെ അതിനുള്ള ഗുണമുണ്ട്. എന്താ ഇപ്പൊ ഗുണം എന്ന് പറയുന്നത്? നമ്മള് 2000 രൂപയ്ക്ക് എന്നൊക്കെ പറയുമ്പോ നാട്ടുകാർക്ക് തോന്നണ്ട ഇത് കഴിച്ചോണ്ട് ഗുണമുണ്ടോന്ന്. ചക്ക പൊതുവെ ഹെൽത്തി ആണല്ലോ. അപ്പം ഇതില് നമ്മള് മധുരം ചേർക്കുന്നില്ല. ഓയിൽ ഫുള്ള് വാക്വം ചെയ്തിട്ട് ഡ്രൈ ആയിട്ടാണ് ഇത് കിട്ടുന്നത് നമുക്ക്. ന്യൂട്രീഷണലായിട്ട് ഇത് ആർക്കും ധൈര്യത്തോടു കൂടി കഴിക്കാം. കൊളസ്ട്രോളിന്റെ പ്രശ്നമുള്ളവർക്കൊന്നും വിഷയമല്ല ഇത് കഴിക്കുന്നതിന്. ചക്ക ഈ ഒരു സീസണിലാണല്ലോ ചക്ക, എല്ലാ സീസണിനും കിട്ടില്ലല്ലോ. അപ്പൊ അതുകൊണ്ട് ഇതിന് ഡിമാൻഡ് കൂടുതലാണ്. സെയിലാവുന്നുണ്ട്. ചക്കയ്ക്ക് ഭയങ്കര സെയിലുണ്ട്. കാരണം ആവശ്യപ്പെടുന്നുണ്ട് ആൾക്കാർ, കഴിക്കുന്നവരെല്ലാം ചോദിക്കുന്നുണ്ട് ഇതിൽ മധുരം ചേർത്തിട്ടാണോ ഉണ്ടാക്കുന്നതെന്ന് ചോദിക്കുന്നുണ്ട്. അപ്പൊ നമ്മൾ പറയുന്നുണ്ട് വന്ന് കാണാനുള്ള സൗകര്യം ഉണ്ടെന്ന്. അങ്ങനെ ഒട്ടും മധുരം ചേർക്കാതെ ഉണ്ടാക്കുന്നതിന് നല്ല മധുരമുള്ള ചക്കയാണെങ്കിൽ നല്ല മധുരം കിട്ടും. ഈ ചക്കപ്പഴത്തിന്റെ മധുരം തന്നെ ഇതിനേക്കാൾ കൂടുതലേ ഉള്ളൂ, കുറയില്ല ചിപ്സ് ആയിട്ട് കിട്ടുമ്പോ. ഈ ഇപ്പൊ വയനാട്ടില് സാധാരണ ചക്കയൊക്കെ വന്നിട്ട് ഒരു കാര്യമില്ലാണ്ട് താഴ്ത്തു വീണ് പോകാന്നാ പറയുന്നത്. ഇവിടെ ഇപ്പൊ അങ്ങനെ പോകില്ല. ഇല്ല, ഇവിടെ പരിസരത്തുള്ള എല്ലാവരുടെയും വീടുകളിൽ ഞങ്ങൾ ചക്ക എടുത്തുണ്ടാക്കുന്നുണ്ട്. ഈ വർഷം ചക്ക വളരെ പൊതുവെ കുറവാണ്, എങ്കിലും മാക്സിമം കിട്ടിയതെല്ലാം ശേഖരിച്ചിട്ട് ചെയ്യുന്നുണ്ട്. വീണ്ടും മഴ വരുന്നുണ്ട്, മഴ തുടങ്ങി. അപ്പൊ ഈ മഴക്കാലം ആവുമ്പോ ചക്കയിൽ ഇങ്ങനെ വെള്ളം കയറി അത് ഇതാവണ ഒരു പ്രശ്നം ഉണ്ടായിരുന്നില്ലേ? അതിപ്പോ അതിന് മുമ്പ് തന്നെ വാങ്ങും അല്ലേ? അതിനു മുൻപ് തന്നെ ഞങ്ങള് ചക്കയൊക്കെ ഇങ്ങനെ ശേഖരിച്ചു വെച്ചിട്ടുണ്ട്. പിന്നെ ഇപ്പൊ ഏകദേശം ചക്ക തീരാനായിട്ടുണ്ടല്ലോ. വെള്ളം കുറവ് ചക്ക നമുക്ക് കണ്ടാൽ അറിയാം. പിന്നെ അതിന്റെ കുരു മുളച്ചിട്ടുണ്ടാവും, ഈ വെള്ളം കയറിയതിന്റെ. അതെ, അതൊക്കെ ഞങ്ങളങ്ങ് ഒഴിവാക്കും. ഞങ്ങൾക്ക് ഇപ്രാവശ്യം അധികം മഴ അങ്ങനെ പെയ്തില്ലല്ലോ നമുക്ക്, അതുകൊണ്ട് വളരെ നല്ല ചക്ക നമുക്ക് കിട്ടിയിട്ടുണ്ട്. വയനാട്ടിൽ മഴ പെയ്തില്ല എന്നുള്ളത് നന്നായി ആദ്യത്തെ ആളുകളാ. ഈ വെള്ളമുണ്ട നിങ്ങളുടെ 8-4 പരിസരത്തുള്ള ആൾക്കാരെ വെച്ചിട്ടാണ് തൽക്കാലം ഈ പരിപാടി ചെയ്തിട്ടുള്ളത്. തുടക്കമായതുകൊണ്ട് അങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത്. കുറച്ചു പേരേ ഉള്ളൂ. ഇവിടെ സിൽവി ടീച്ചറാണ് പണ്ട് ഇതിന്റെയൊക്കെ ഒരു ഏർപ്പാട് ചെയ്തു തന്നിരുന്നത് അല്ലേ? അപ്പൊ ടീച്ചർക്ക് കുറെ കൂടി കാര്യങ്ങൾ പറയണ്ടോ? ടീച്ചർക്ക് കുറെ കൂടി കാര്യങ്ങൾ അറിയാം. അപ്പൊ സിൽവി ടീച്ചർക്ക് ഇതിന്റെ കാര്യങ്ങൾ, ഇതിങ്ങനെ ഒരു സംഘം ഉണ്ടാക്കിയും ഈ KL 12 പോലെ ജാക്ക് 12 പോലെയുള്ള ഒരു സാധനങ്ങൾ, ഇതിന്റെ വിവിധ പ്രോഡക്ട്സ് വയനാട്ടിൽ ഉണ്ടാക്കി ഇതിന്റെ മാർക്കറ്റിൽ പിടിക്കാനുള്ള ബുദ്ധിമുട്ടുകൾ എങ്ങനെ ചക്കയൊക്കെ കൊണ്ടുവരുന്നു കൃത്യമായിട്ട് പറഞ്ഞുതരാൻ നമ്മുടെ സിൽവി ടീച്ചറിന്.
2020 കോവിഡൊക്കെ ഉണ്ടായിരുന്ന ആ സമയത്ത് വെള്ളമുണ്ടയിൽ തന്നെയുള്ള പിന്നെ ഇവിടെയുള്ള എന്താ തേറ്റമലയുള്ള ഒരു 10 പേരടങ്ങിയ ഒരു ഫാമേഴ്സ് പ്രൊഡ്യൂസേഴ്സ് കമ്പനി അവർ രൂപീകരിച്ചിരുന്നു. പക്ഷേ അവർക്കത് മുമ്പോട്ട് കൊണ്ടുപോകാൻ വേണ്ടി കഴിഞ്ഞില്ല. അവരുടെ തന്നെ വീടുകളിലെ 1-2 ആളുകൾ ചേർന്ന് ഒരു പള്ളിയുടെ അവിടുത്തെ പാരിഷ് കൗൺസിലിൻ്റെ ഒക്കെ നേതൃത്വത്തിൽ തുടങ്ങിയ ഒരു സംവിധാനമാണ്. നമ്മുടെ ആ പഴയ പഞ്ചായത്ത് ബന്ധമൊക്കെ ഉപയോഗപ്പെടുത്തി കുറച്ച് ആളുകളുണ്ടായിരുന്നു. അതെ, പഞ്ചായത്ത് പ്രസിഡന്റായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് അങ്ങനെയുള്ള കുറേ സാധാരണക്കാരായ മനുഷ്യരാണല്ലോ, അപ്പോൾ അവർക്കൊക്കെ ഒരു തൊഴിൽ കിട്ടിയാൽ നന്നാവും എന്നുള്ളൊരു ചിന്തയൊക്കെ വന്നതുകൊണ്ടാണ് ഇങ്ങനെ ഒരാശയം നമുക്കുണ്ടായത്. ഈ ഗ്രൂപ്പ് ടി-ഫാം എന്നായിരുന്നു പേര്. നമ്മൾ പേരൊന്നും മാറ്റിയിട്ടില്ല, അതേപോലെ തന്നെയാണ് ഞങ്ങൾ സ്വീകരിച്ചത്. ടി-ഫാം എന്നാണ് അതിൻ്റെ പേര്. 100 മെമ്പേഴ്സ് ഉണ്ട്. മെമ്പേഴ്സ് എന്ന് പറഞ്ഞാൽ ഷെയർ ഹോൾഡേഴ്സ് ആയിട്ടുള്ള ആളുകൾ. ഇതിന് ഷെയർ ഹോൾഡേഴ്സ് ആണല്ലോ വേണ്ടത്. അപ്പോൾ 5000 രൂപയുടെ ഷെയർ എടുത്തുകൊണ്ട് 100 ഷെയർ ഹോൾഡേഴ്സ് ഉണ്ട്. അതിലൊരു 10-20 എണ്ണം നമ്മുടെ FIG ആണ്, എന്ന് പറഞ്ഞാൽ ഫാമേഴ്സ് പ്രൊഡ്യൂസേഴ്സ് ഇൻട്രസ്റ്റ് ഗ്രൂപ്പാണ്. അതായത് ചെറിയ SHG പോലുള്ള ഗ്രൂപ്പുകൾ, സ്വയം സഹായ സംഘങ്ങളുണ്ട്. അപ്പോൾ അവരുടെ സപ്പോർട്ട് നമുക്കുണ്ട്. അപ്പം നമുക്ക് ഈ സാധനങ്ങളൊക്കെ കിട്ടുന്നതിന് ഒരു പ്രയാസവുമില്ല. ഇപ്പോൾ നമ്മൾ പ്രത്യേകമായി സ്പെഷ്യലൈസ് ചെയ്തിരിക്കുന്ന ചക്കയെന്ന് പറഞ്ഞാൽ നമുക്ക് അങ്ങനെ സബ്സിഡിയോടുകൂടി മെഷീൻ കിട്ടി. ആത്മയാണ് ഞങ്ങൾക്ക് മെഷീൻ തന്നത്. സബ്സിഡിയോടുകൂടി മെഷീൻ കിട്ടി. ഞങ്ങൾക്ക് ആദ്യമൊന്നും ഇതിനെക്കുറിച്ചൊന്നും അറിയില്ല. എങ്ങനെ ഈ ചക്ക എന്ത് ചെയ്യാൻ പറ്റും, എങ്ങനെയാണ് ഇത് ചെയ്യുന്നത്. പക്ഷേ നമ്മുടെ ഒരു താല്പര്യം എന്ന് പറഞ്ഞാൽ പുതിയ ഒരു സംവിധാനമാണല്ലോ, പിന്നെ കാര്യമായി വയനാട്ടിലില്ല. അതുകൊണ്ട് നമ്മൾ വിചാരിച്ചൊന്ന് നോക്കാം. ചക്കപ്പഴം വാക്യൂം ഫ്രൈഡ് ചിപ്സ് ആക്കാന്നുള്ള കാര്യങ്ങളൊക്കെ അവർ പറഞ്ഞു. അത് അപ്പൊ ഈ ചക്കക്കുരു വേസ്റ്റ് ആയി പോകും. ചക്കക്കുരുവിനെ സംബന്ധിക്കുന്ന കാര്യം നമ്മൾ തുടങ്ങിയിട്ടില്ല. നമുക്കത് പിന്നെ അങ്ങനെയുള്ള ചെയ്യുന്ന ഗ്രൂപ്പുകളും ഉണ്ട്, അതിനുള്ള മെഷീൻസ് ഉണ്ട്. അത് പൊടിക്കുന്നതിന് പൊടിക്കുക, വറക്കുക, അതുപോലുള്ളതൊക്കെ ചെയ്തിട്ട് അതും ഒരുപാട് പിന്നെ മാർക്കറ്റ് ഉള്ള ഒരു സംഗതിയാണ്. കാരണം ഈ ചക്ക എന്ന് പറയുന്നത് ചക്കയുടെ എല്ലാ സംഗതിയും, ചക്കയുടെ മുള്ള്, ചവണി, അതുപോലെ തന്നെ ചക്കച്ചൊള്ള, കുരു എല്ലാം ഭയങ്കര സാധ്യതയുള്ള, വിപണന സാധ്യതയുള്ള. കൊണ്ടുവരുന്ന ചക്കയൊന്നും അപ്പോ ഈ ചക്കച്ചോളം എടുത്ത് കഴിഞ്ഞതുകൊണ്ട് വേസ്റ്റ് നമ്മൾ തുടക്കത്തിൽ ഇപ്പോൾ ചക്കപ്പഴം അത് ചിപ്സ് ആക്കുന്നതൊക്കെയാണ് വന്നതെങ്കിലും അതിൻ്റെ അനുബന്ധമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ഇനിയും നമ്മൾ തുടങ്ങാൻ വേണ്ടി തന്നെയാണ് തീരുമാനിച്ചത്. ഉഷാറാക്കാൻ തന്നെയാണ് തീരുമാനം. പക്ഷേ ബാലാരിഷ്ടതകളുണ്ട്. മിഷനിൽ ഞങ്ങൾ ഉപയോഗിച്ചതിന് ശേഷം വരുന്ന എണ്ണ ഞങ്ങൾ മരം വെട്ടുകാർക്ക് അവരുടെ മിഷന് ലൂബ്രിക്കൻ്റ് ആയിട്ടാണ് കൊടുക്കുന്നത്. അത് 110 ലിറ്ററാണ് ഈ മിഷൻ്റെ കപ്പാസിറ്റി. പക്ഷേ 100 ലിറ്ററോളം ഞങ്ങൾക്ക് തിരിച്ച് കിട്ടാറുണ്ട്. അത് നഷ്ടപ്പെടുന്നത് എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിലൂടെ ഡ്രെയിൻ ആയി പോകുന്ന എണ്ണ, പിന്നെ ഹാൻഡിൽ ചെയ്യുമ്പോൾ വരുന്ന മാറ്റം വരുന്നത്. ഒരു പ്രാവശ്യം ഞങ്ങൾ 110 ലിറ്റർ എണ്ണ ഇതിലൊഴിച്ച് കഴിഞ്ഞാൽ 300 ബാച്ചോളം എടുക്കുന്നുണ്ട്. അതിനുശേഷമാണ് ഞങ്ങൾക്ക് ഈ 100 ലിറ്റർ എണ്ണ വരുന്നത്. അപ്പോൾ ഞങ്ങള് അമല 12 എന്ന് പറഞ്ഞിട്ട് നെല്ലിക്ക കാന്താരി ഉണ്ട്. നെല്ലിക്കയും കാന്താരിയാണ് എസൻസ് ആണ്. ഇത് ഉപയോഗിച്ചിട്ടുണ്ട്, ഞങ്ങളൊക്കെ ഉപയോഗിച്ചിട്ടുള്ള സാധനമാണ്. ഞങ്ങൾ മാത്രമല്ല, ഞങ്ങൾ കഴിഞ്ഞ വള്ളിയൂർക്കാവ് ഉത്സവത്തിനൊക്കെ ഭയങ്കര ചൂടപ്പം പോലെ വിറ്റ സാധനമാണ് ഈ നെല്ലിക്ക കാന്താരി. ഭയങ്കര ആളുകൾ ഇഷ്ടപ്പെടുന്ന സംഗതിയാണ്. ഇത് ഒരു 2 സ്പൂൺ ഒഴിച്ച് വെള്ളത്തിലൊഴിച്ച് ദാഹശമനിയായിട്ട് കുടിക്കാം. അതുപോലെ തന്നെ നമ്മുടെ ഇന്റേണൽ ഓർഗൻസിനൊക്കെ വളരെ ഗുണകരമായിട്ടുള്ള സംഗതിയാണ്. കൂടാതെ തേനുണ്ട്. അതുപോലെ കോഫി 12 എന്ന് പറഞ്ഞിട്ട് നമ്മളൊരു സംവിധാനം, അതെല്ലാം ഇങ്ങനെ അതിൻ്റെ പ്രോസസ്സിങ്ങിലാണ്. അത് അങ്ങനെ ഇവിടുന്ന് തന്നെ വാങ്ങിക്കാനുള്ള സംവിധാനമൊക്കെ ഉണ്ടല്ലോ. നമുക്ക് ഏതെങ്കിലും ഒക്കെ ആയിട്ടുള്ള ആളുകളുമായി കണക്ട് ചെയ്താൽ, ഇപ്പോൾ വ്യാവസായിക അടിസ്ഥാനത്തിലൊക്കെ ചെയ്യുന്നവരുണ്ട്, എന്നാലും നമുക്ക് കുറച്ചും കൂടി സാധ്യതയുള്ള ഒരു സംഗതിയാണ്. തുടങ്ങി. അതുപോലെ തന്നെ എന്തുണ്ട്, മറ്റേ ബനാന 12 എന്ന് പറയുന്ന അങ്ങനെയുള്ള കാണാൻ പോകുന്നത് പറഞ്ഞറിയിക്കണ്ട. അപ്പൊ നമ്മള് ചക്ക 12 കണ്ടു, ഇനി ബനാന 12 കാണാൻ പോവാണ്. പഴം ഒരുപാട്
നേന്ത്രപ്പഴമല്ല, വെറും പഴമല്ല, നേന്ത്രപ്പഴമാണ്. നേന്ത്രപ്പഴം തൊലി കളഞ്ഞ് കട്ടി കുറഞ്ഞ് അരിഞ്ഞ് മിഷനിലിട്ടിട്ട് വാക്വം ഫ്രൈ, ബനാനയുടെ വാക്വം ഫ്രൈ ഉണ്ടാക്കുന്നത്. നമ്മൾ നേരത്തെ ജാക്ക് ഫ്രൂട്ട് വാക്വം ഫ്രൈ ചിപ്സ് ഉണ്ടാക്കിയ പോലെ തന്നെ ബനാന അങ്ങനെ ഉണ്ടാക്കുകയാണ് അല്ലേ? ഇത് വയനാട് എന്ന് പറയുന്നത് പണ്ട് വയൽനാടാണെങ്കിൽ ഇപ്പൊ മൊത്തം വാഴയുടെ നാടാന്നാ പറയണേ. മുഴുവൻ ഇവിടെ ഒരുപാട് വാഴകളുണ്ട് അല്ലേ? ഇവിടെ അടുത്തുള്ളവരുടെ തന്നെ മേടിച്ചിട്ട് ഉണ്ടാക്കുന്നതാണ്. അപ്പൊ വാങ്ങുമ്പോ അവർക്ക് കൂടുതൽ പൈസക്ക് നിങ്ങൾക്ക് വാങ്ങാൻ പറ്റുമോ? എങ്ങനെയാ അതിന്റെ വില എങ്ങനെയാ? അങ്ങനെ കൂടുതൽ പൈസ ഇല്ല, കിലോയ്ക്ക് 35-40 രൂപ പ്രകാരമാണ് മേടിക്കുന്നത്. നമ്മൾ ഒത്തിരി ബൾക്കായിട്ട് ഒത്തിരി എടുക്കുവാണെങ്കിൽ ചെറിയൊരു വ്യത്യാസം വരുന്നുണ്ട്, അത്രേ ഉള്ളൂ. ഇത് നമ്മുടെ സാധാരണ ചിപ്സിൽ എന്താ വ്യത്യാസം? മധുരം ഉണ്ടാവുന്നുള്ളത് മാത്രമാണോ? മധുരം ഉണ്ടാകുന്നുള്ളത് മാത്രമല്ല, ഇത് ഏത് കൊളസ്ട്രോൾ അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നുമില്ല. അങ്ങനെ രോഗങ്ങളുള്ളവർക്കും ഒക്കെ ഇത് കഴിക്കാം. എണ്ണയില്ലാത്തത് കൊണ്ട് എണ്ണക്കടിയുടെ ഒരു പ്രശ്നം വരുന്നില്ല, വാക്വം ചിപ്സ് ആയതുകൊണ്ട്. മധുരമൊന്നും ചേർക്കുന്നില്ല, ഇതിന്റെ തന്നെ മധുരമാണ്. ഞാൻ നേരത്തെ ചോദിക്കുന്ന കാര്യത്തിൽ പഞ്ചസാര ചേർക്കുമോ? ഇല്ല, ഇതിപ്പോ കാണാലോ. അല്ല, ആ മധുരം കണ്ടപ്പോഴേ നല്ല മധുരം ഉണ്ടായിരുന്നു. ഇല്ല ഇല്ല, അല്ല, ആ വിധത്തിൽ തന്നെ ചക്കയുടെ കാര്യത്തിൽ നമ്മൾ പറഞ്ഞ പോലെ പഞ്ചസാര ചേർത്തു എന്ന് നാട്ടുകാർക്ക് തോന്നണതാണ്. അതെ, അത് വെള്ളം എല്ലാം വലിച്ചെടുക്കുമ്പോ നല്ല മധുരം ഉണ്ടാവുന്നതാണ്. ഇതിന്റെ ഷുഗർ കണ്ടന്റ് കുറവാണ്, പിന്നെ ഓയിൽ കണ്ടന്റും കുറവാണ്. ആർക്കും ഏത് ഹെൽത്ത് പ്രോബ്ലം ഉള്ള ആർക്ക് വേണമെങ്കിലും ഇത് കഴിക്കാം. പിന്നെ നമ്മൾ ഒരു ബിസ്ക്കറ്റ് കഴിക്കുന്നത് പോലെ തന്നെ നമ്മൾക്ക് അനുഭവപ്പെടും ഇത് കഴിക്കുമ്പോൾ. ഇവിടേക്ക് ആവുമ്പോ ഇങ്ങനെ മാർക്കറ്റില്ലാണ്ട് പലരും കർഷകർ കേടായി പോകുന്നു, ചീഞ്ഞു പോകുന്ന അവസ്ഥയൊക്കെയാണ്. അതൊക്കെ മാറ്റാൻ പറ്റുമല്ലേ ഇതാവുമ്പോ? അതെ, അത് നമുക്ക് ഇതുപോലെ ഇതിപ്പോ എല്ലാവർക്കും ഞങ്ങൾ ഇത് കൊടുത്തവർക്കൊക്കെ വളരെയധികം ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. പിന്നെ എല്ലാവരും ഇത് നല്ല ടേസ്റ്റി ആണല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് ഇതുവരെ ആരും കഴിച്ചിട്ടില്ലായിരുന്നു ഇത്. അതുകൊണ്ട് തന്നെ ഒരു വെറൈറ്റി ആയിട്ട് തന്നെ അവർ ഇത് കാണുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾക്കിത് വളരെ താല്പര്യമാണ് ഇതിന്റെ ഈ പ്രോഡക്റ്റ് ഉണ്ടാക്കാനായിട്ട്. ഇതിപ്പോ കഴിച്ചിട്ട് ഇതിപ്പോ ഇങ്ങനെ വറുത്തെടുത്ത് കഴിച്ചിട്ട് നിങ്ങളുടെ ബന്ധുക്കൾക്ക് ആൾക്കാർക്കൊക്കെ കൊടുത്തു. അവര് ഇത് ഇനിയും ഞങ്ങൾക്ക് വേണം എന്നുള്ള, അപ്പൊ ഞങ്ങൾ അതിന്റെ ഈ പ്രൊഡക്ഷൻ കൂട്ടാനുള്ളൊരു പരിപാടിയിൽ ഡിമാൻഡ് ഉണ്ട്. അതല്ലേ ഞങ്ങളെല്ലാവരും ഇത്രയും നല്ല. ഞങ്ങൾ ഇപ്പൊ കുറച്ച് പേരേ ഉള്ളൂ, ഒരു 3-4-5 പേര്. ഞങ്ങൾ ഇത് പ്രൊഡക്ഷൻ വർദ്ധിപ്പിക്കുന്നതിനനുസരിച്ചിട്ട് ആളെ കൂട്ടണം എന്നുള്ളൊരു. അതെ. മക്കളെല്ലാം സ്കൂളിൽ പോയി കഴിഞ്ഞാൽ വെറുതെ വീട്ടിലിരിക്കുകയായിരുന്നു. ഇപ്പം ഞങ്ങൾക്ക് ആ സമയം കൂടി ഇവിടെ വന്ന് ഇത് ചെയ്യാനും ഞങ്ങളുടെ ടൈം എന്തായാലും ഞങ്ങൾ യൂട്ടിലൈസ് ചെയ്യുന്നുണ്ട്. രാവിലെ ഒരു 9:30-10 മണിക്ക് തുടങ്ങിയാൽ വൈകുന്നേരം 4-4:30 വരെ ചെയ്യാനുള്ള വർക്കുകളുണ്ട് ഇവിടെ. 35 to 40 മിനിറ്റ്സ് ആണ് വരുന്നത്. ഒരു ദിവസം 10 കിലോ വരെ വറക്കാൻ പറ്റുന്നുണ്ട്. 10 കിലോയുടെ മിഷനാണിത്. അത് ഇതിന് ഇവിടെ ഉണ്ടാക്കുന്ന നിങ്ങൾ പ്രൊഡ്യൂസ് ചെയ്യുന്ന സാധനങ്ങൾ മാർക്കറ്റിംഗിലേക്ക് എങ്ങനെ കൊടുക്കണേ? മാർക്കറ്റിങ്ങിനെ കുറിച്ച് ഇപ്പം ഞങ്ങൾ അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് കുറച്ച് ഞങ്ങൾ പാക്കൊക്കെ ആക്കി സീൽ ചെയ്ത് ഇപ്പം ഞങ്ങൾ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇപ്പം അതിനെക്കുറിച്ച് അന്വേഷിച്ചുകൊണ്ടിരിക്കുക. ഇവിടെ അടുത്തുള്ള വീടുകളിലൊക്കെ ഞങ്ങൾ കുറേ പേര് ഞങ്ങളുടെ കൂട്ടുകാരികളൊക്കെ ചോദിച്ച് ഞങ്ങൾ അവർക്കൊക്കെ കൊടുക്കുന്നുണ്ട്. എനിക്കിതൊരു ചിപ്സ് ഒരു പാക്കറ്റ് കിട്ടണമെന്നുണ്ടെങ്കിൽ ഞാൻ എന്ത് പൈസ തരണം? ശരിക്കും ഞങ്ങൾ നല്ല ചിലവുണ്ട്. ഞങ്ങൾക്ക് ഇതെല്ലാം കൂടെ കണക്കാക്കുമ്പോൾ. പക്ഷെ ഞങ്ങൾ ഇപ്പം കൊടുക്കുന്നത് 1000 രൂപയ്ക്കേ ഉള്ളൂ. കിലോയ്ക്ക് 1000 രൂപ വെച്ചാൽ കൊടുക്കുന്നത്. ഇങ്ങനെ ഇത് ഇപ്പം ഇത് തുടക്കമായതുകൊണ്ട് ഞങ്ങൾ 1000 രൂപയ്ക്ക് വെച്ച് കൊടുക്കുന്നു. ഇല്ല, ആവശ്യക്കാർ ഇഷ്ടംപോലെ ഉള്ളത് കൊണ്ട് കൂടുതലായിട്ട് പറയുന്നില്ല. കാരണം സാധാരണ ചിപ്സിന് തന്നെ 250-300 രൂപ വിലയുള്ളത് കൊണ്ട് പഴം ചിപ്സിന് ഡിമാൻഡ് ഉള്ളത് കൊണ്ട് എല്ലാവരും തന്നെ മേടിക്കുന്നുണ്ട്. സാധാരണ നമ്മുടെയൊക്കെ വീട്ടിൽ നേന്ത്രവാഴ ഉള്ളപ്പോൾ നേരിടുന്ന ഒരു പ്രശ്നം സാധാരണ ഓണത്തിനാണ് ഇതിന്റെ മൊത്തം ഒരു ചെലവ് വരുന്നത്. ബാക്കി കൊല്ലം മുഴുവൻ കിട്ടുന്നുണ്ടെങ്കിലും പ്രധാന മാർക്കറ്റ് ഓണാണ്. നിങ്ങളുടെ ഇത് ഒരു കൊല്ലം മുഴുവനുള്ള മാർക്കറ്റാണ് അല്ലേ? ഇതൊരു കൊല്ലം മുഴുവൻ കിട്ടുന്ന, കാരണം പ്രത്യേകിച്ച് വയനാട്ടിൽ വാഴക്കൃഷിയാണ് കൂടുതലായിട്ടുള്ളത്. അതുകൊണ്ട് ഞങ്ങൾക്ക് വീടിൻ്റെ പരിസരങ്ങളിൽ തന്നെ ഇഷ്ടംപോലെ വാഴക്കൃഷി ചെയ്യുന്നവരുണ്ട്. അപ്പം നമുക്ക് കൊല്ലം മുഴുവനും വർഷം മുഴുവൻ കിട്ടുന്ന സാധനമാണ്. അയൽവക്കത്ത് വാഴ നടുന്നവർക്ക് ധൈര്യമായിട്ട് വാഴ നടുകയും ചെയ്യാം. നിങ്ങൾ വാങ്ങുന്ന ഉറപ്പുണ്ട്. അതെ അല്ലേ? അവരപ്പോൾ ഇത് അപ്പം ശരിക്കിത് വീട്ടിൽ കൊണ്ടുപോയി ഇത് വാങ്ങുന്ന വാഴ വയ്ക്കുന്ന ആൾക്കാർക്ക് ഗുണമാണ്. നിങ്ങൾ ഈ കമ്പനി തുടങ്ങിയോണ്ട് വീട്ടിൽ ചക്ക വറക്കണ്ട, കായ വറക്കണ്ട, പിള്ളേര് ഹാപ്പിയാണ്. അത്യാവശ്യം അമ്മച്ചിമാർക്കും കൊടുക്കാം അല്ലേ? എന്ന് വെച്ചാൽ ഷുഗർ ഇല്ല, കൊളസ്ട്രോൾ ഇല്ല, മറ്റു പ്രശ്നമില്ല. ഹാപ്പിയാണ്. എന്താ നിങ്ങളുടെ ലൈഫിൽ എന്ത് മെച്ചം വന്നു ഇത് തുടങ്ങിയതിന് ശേഷം? ഞങ്ങൾക്ക് സ്വന്തമായിട്ടൊരു വരുമാന മാർഗമായില്ലേ, അത് തന്നെയാണ് ഞങ്ങൾക്ക് ഏറ്റവും വലിയ സന്തോഷം.
ചേച്ചി ഇത് ഇപ്പൊ എന്തിനു കഴുകുന്നതിലും മധുരമൊക്കെ പോവില്ലേ കഴുകിയാല്? ഇല്ല, ഇത് വറക്കുമ്പം പിന്നെ ഒട്ടിപ്പിടിച്ചിരിക്കാണ്ടിരിക്കാനും ഇതിന്റെ വഴുവഴുപ്പ് പോകാനും വേണ്ടിയിട്ടാണ് നമ്മളിപ്പോ കഴുകുന്നത്. ശരിക്കും ഡ്രൈ ആയിട്ട് കിട്ടാൻ വേണ്ടി. ഡ്രൈ ആയിട്ട് കിട്ടും. അപ്പൊ മധുരം പോവില്ല? ഇല്ല, മധുരം പോവില്ല. ചെറിയ പക്ഷെ അല്ലാണ്ട് തന്നെ ഇത് കഴുകി കഴിഞ്ഞിട്ടാണ് ഇപ്പൊ നേരത്തെ ഈ മധുരം കണ്ടത്. അതെ തന്നെ. നമ്മൾ വന്നപ്പോ തന്നെ ചിപ്സിന് മധുരം കണ്ടത് ഇത് കഴിഞ്ഞതിന് ശേഷമാണ്. കഴുകിയതിന് ശേഷമുള്ളതാണ്. കഴുകുമ്പോ ഈ ഒട്ടിപ്പിടിക്കൽ അങ്ങ് മാറും. കൺസോർഷ്യത്തിന്റെ സെക്രട്ടറിയാണ് അല്ലേ? ഞങ്ങളിത് കുറേ FPO കളുണ്ട്. ആ FPO കളുടെ കൂട്ടായ്മയായിട്ട് 2018 മുതൽ കേരള സ്റ്റേറ്റ് FPO കൺസോർഷ്യം എന്ന് പറഞ്ഞിട്ട് രൂപീകരിച്ചാണ്. അത് അന്ന് കൃഷിമന്ത്രിയായിരുന്ന VS സുനിൽകുമാറാണ് ഞങ്ങൾക്ക് അതിൻ്റെ പ്രോത്സാഹനം തന്നെ. ഞാൻ ചോദിക്കട്ടെ, ഇതാണോ ചക്കക്കുരു? ഞാൻ നേരത്തെ ചോദിച്ചുള്ളൂ അവരോട്, ആ ചേച്ചിമാരോട് ചോദിച്ചുള്ളൂ, ചക്കക്കുരു എന്താ നിങ്ങൾ വേസ്റ്റ് ആക്കുകയാണോ? അത് ചക്കക്കുരു വേസ്റ്റ് ആക്കുകയല്ല. ചക്കക്കുരു ഇപ്പം ഞങ്ങൾ ഈ വാക്വം ഫ്രൈ മെഷീനിൽ തന്നെ നമ്മളത് ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ വൈകാതെ തന്നെ ഇതിൻ്റെ കൂടുതൽ പ്രോഡക്റ്റ്, ചക്കക്കുരുവിൽ നിന്നുള്ള കൂടുതൽ പ്രോഡക്ട്സ് പുറത്തേക്ക് ഇറക്കാനുള്ള ഒരു ഒരുക്കത്തിലാണ് ഉള്ളത്. വലിയ പ്രതിസന്ധി ഉണ്ടായിരുന്നു. ആ പ്രതിസന്ധിനെയൊക്കെ മറികടന്നിട്ട് ഇപ്പോൾ പല സ്ഥലത്തു നിന്നും സപ്പോർട്ട് കിട്ടി തുടങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ CSR ഫണ്ട് വരെ ആളുകൾ കൊടുത്തു തുടങ്ങി. നല്ല FPOനെ അന്വേഷിച്ച് വന്നിട്ട് CSR ഫണ്ട് തരട്ടേം ചോദിക്കുന്നുണ്ട്. കാരണം അത്രയ്ക്കും ആയി. പണ്ടങ്ങനെയല്ല, നമ്മൾ ചോദിച്ചു തന്നു കഴിഞ്ഞാൽ നമ്മളെ നെഗ്ലക്റ്റ് ചെയ്യുന്ന ഒരു ഇതായിരുന്നു. കയറി ഇരിക്കാനൊന്നും പറയില്ല ആൾക്കാർ. കർഷകരുടെ പ്രശ്നം എന്ന് പറയുമ്പോൾ ശ്രദ്ധിക്കില്ലാരും. പിന്നെ FPO എന്ന് പറയുമ്പോൾ വലിയ എന്തോ കമ്പനി എന്നുള്ള തരത്തിൽ നമ്മളെ മാറ്റി നിർത്തുമായിരുന്നു. ഇപ്പോഴാണത് കർഷകരുടെ കമ്പനിയാണെന്നും കേന്ദ്ര ഗവൺമെന്റ് FPOക്കാണ് പ്രാധാന്യം കൊടുക്കുന്നതെന്നും. ഇത് വന്നതിന് ശേഷം, നിങ്ങളിത് ഏറ്റെടുത്തതിന് ശേഷം കുറച്ചും കൂടി ഒരു സന്തോഷമായിട്ടുണ്ട്. സന്തോഷം എന്ന് വെച്ചാൽ അവരുടെ മുഖത്തൊരു സന്തോഷം കാണുമ്പോൾ നമുക്കതൊരു സന്തോഷം. കാരണം ചക്ക തരുന്ന ആൾക്ക് നമ്മൾ പൈസ കൊടുക്കുമ്പോൾ അയാൾക്കൊരു സന്തോഷം. അത് വെറുതെ ചീഞ്ഞു പോകുമായിരുന്നല്ലോ ഇത്തരം കാലം. വാഴക്കൊല ആളുകൾ വിറ്റുകൊണ്ടിരിക്കുന്നത് വളരെ ബുദ്ധിമുട്ടായിരുന്നു. അപ്പോൾ അത് മേടിക്കുമ്പോൾ അവർക്കൊരു സന്തോഷം. അങ്ങനെ അവരുടെ മുഖത്ത് കാണുമ്പോൾ പിന്നെ ഈ ഓർഗാനിക് പ്രോഡക്റ്റ് ഞാൻ പറഞ്ഞില്ല, കോഫി, അതൊരു മോഹനൻ എന്ന് പറഞ്ഞാൽ മോഹനേട്ടൻ്റെ ആയിരുന്നു, തൃക്കൈപ്പറ്റിയുള്ള. അദ്ദേഹം അത് വിൽക്കാൻ വേണ്ടി കുറേ പാടുപെട്ടിരിക്കുമ്പോഴാണ് ഞങ്ങൾ അദ്ദേഹത്തിൻ്റെ അടുത്ത് കോഫി വാങ്ങിയത്. അപ്പോൾ നമ്മളത് ബ്രാൻഡ് ചെയ്തല്ലോ അദ്ദേഹത്തിൻ്റെ പേരിൽ. അദ്ദേഹത്തിൻ്റെ പേര് നമ്മുടെ ബോട്ടിലിൻ്റെ പേരിൽ ഫാർമർ നെയിം എന്നുള്ളിടത്ത് ഈ മോഹനേട്ടൻ്റെ പേര് ചേർത്തിട്ടുണ്ട് ഞങ്ങൾ. അപ്പോൾ അങ്ങനെ വരുമ്പോൾ അയാൾക്കൊരു അഭിമാനമാണത്. ഏത് കർഷകന്റെയാണ് പ്രോഡക്റ്റ് നമുക്ക് മനസ്സിലാവും. അതെ, അതാണ് അതിന്റെ കറക്റ്റ്. ഈ ചക്കയുടെ കാര്യത്തിൽ ഇപ്പോൾ വയനാട്ടില് ചക്ക ഒന്നും ഇനി വേസ്റ്റ് ആവില്ല എന്നൊരു ഉറപ്പുണ്ടാക്കാൻ പോവാണ്. അതെ, തീർച്ചയായിട്ടും. ഞങ്ങൾ അതുകൊണ്ടാണ് ഈ ചക്കവണ്ടി എന്നുള്ള കൺസെപ്റ്റ് തുടങ്ങിയത് തന്നെ. അപ്പൊ ഈ ചക്കവണ്ടി നാട്ടിൽ നിന്ന് ചക്ക കളക്ട് ചെയ്യും, നമ്മളെ പോലത്തെ FPOകൾക്ക് തരും. അവരത് മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളാക്കി മാറ്റും. ചക്ക ഹൽവ ഉണ്ടാക്കുന്ന കമ്പനികളുണ്ട്. പൾപ്പാണ് ഏറ്റവും കൂടുതൽ ഡിമാൻഡ്. കഴിഞ്ഞ സീസൺ കഴിഞ്ഞപ്പോൾ 1 കിലോ ചക്കയ്ക്ക് 120 റുപ്യ വയനാട്ടിൽ വില ഉണ്ടായിരുന്നു. അതൊന്നും ആൾക്കാർക്ക് അറിയില്ല, കർഷകർക്ക് അറിയില്ല. കർഷകരുടെ വിചാരം ഇപ്പോഴും അത് പോട്ടെ എന്ന് വിചാരിച്ചു നിൽക്കുകയാണ്. അതാണത്. എന്തായാലും ഒന്നും വെറുതെ കളയാനുള്ളതല്ല. ഇതാ കുറേ കാലം നമ്മൾ അവഗണിച്ച ഒരു കക്ഷിയാണ് ഇയാൾ. വളരെ വിലപിടിപ്പുള്ള ആളാണ്. ഒരു മരുന്നും അടിക്കാതെ, ഒരു കീടനാശിനി അടിക്കാതെ ധൈര്യമായിട്ട് ഈ മുള്ളുകൾ അകത്തുള്ളതിനെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നുണ്ട്. ആ പ്രൊട്ടക്റ്റ് ചെയ്ത് വെക്കുന്ന കാര്യങ്ങളാണ് നമ്മുടെ ശരീരത്തിന് കേടൊന്നും കൂടാതെ മാർക്കറ്റിലെത്തിക്കാം എന്ന് ഇവരെ പോലെയുള്ളവർ ഉറപ്പ് തരുന്നത്. കാത്തിരിക്കുന്നത് നിങ്ങളുടെ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും.